ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് എൻക്ലക്സിന്റെ പ്രയോറിറ്റിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഓക്സിജൻ ഡെലിവറി ഡിവൈസസ്. എല്ലാവർക്കും അറിയാലോ, പല ഡിവൈസസ് ഉണ്ട്, പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അത് നമ്മളുടെ എക്സാമിനും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും ഒക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതൊക്കെ ഡിവൈസസിൽ ഏതൊക്കെ പേഷ്യന്റിന് ഏതൊക്കെ സാഹചര്യത്തിലാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കിയാലോ? എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോകാലോ. അപ്പൊ ആദ്യത്തേത് നേസൽ കാനുല. നേസൽ കാനുല എപ്പോഴും ഉപയോഗിക്കുന്നത്? അത് ലോ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നേസൽ കാനുല ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ FiO2 എന്ന് പറയുന്നത് 24 to 44% ആണ്. ഈ FiO2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആണ് ഒരു പേഴ്സണ് ഇൻഹേൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രീത്ത് ഇൻ ചെയ്യുന്നതെന്ന്. ഇപ്പൊ നേസൽ കാനുലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 1 to 6 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്നത്. ഇത് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് മൈൽഡ് ഹൈപ്പോക്സിയ, പിന്നെ പോസ്റ്റ് ഓപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റ് ചിലപ്പോൾ ഓക്സിജൻ ഡെലിവറി ചെയ്യേണ്ട വരത്തില്ലേ, അത്. അല്ലെങ്കിൽ ചിലപ്പോൾ COPD പേഷ്യന്റിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. സേഫ് ആണ്. അറ്റ് ലോ ഫ്ലോയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്കറിയാലോ COPD പേഷ്യന്റിന് കൊടുക്കേണ്ടത് ഏത് മാസ്ക് ആണെന്നൊക്കെ അറിയാലോ. മാസ്കിൽ അല്ലാതെ കൊടുക്കുന്നതും ഏത് ഡിവൈസാ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഇതിന്റെ എൻക്ലക്സ് ടിപ്പ് എന്ന് പറയുന്നത് ഹ്യൂമിഡിഫൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ലിറ്റർ പെർ മിനിറ്റ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇതിപ്പം ഓക്സിജൻ ഫ്ലോയിൽ 4 ലിറ്ററിന് താഴെയാണെങ്കിൽ നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് മുകളിലാണെങ്കിൽ ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നേസൽ മ്യൂക്കോസ ഡ്രൈനെസ്സും ബ്ലീഡിങ്ങും ഡിസ്കംഫോർട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹ്യൂമിഡിഫൈ ചെയ്യണമെന്ന് പറയുന്നത്, ഒരു മോയ്സ്ചർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സ്കിൻ ബ്രേക്ക് ഡൗൺ ചെക്ക് ചെയ്യണം, നോസിന്റെ അവിടെ പിന്നെ ഇയറിന്റെ ബാക്കിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ COPD പേഷ്യന്റിന് ഒരിക്കലും ഹൈ ഓക്സിജൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെസ്പിറേറ്ററി ഡ്രൈവിനെ ഡിക്രീസ് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്തത് ഏതാണ്? അടുത്ത നെക്സ്റ്റ് വരുന്നത് ഫേസ് മാസ്ക് ആണ്. അതിന്റെ FiO2 എന്ന് പറഞ്ഞാൽ 40 to 60% ആണ്. ഇതിന്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടം മറ്റേത് 1 to കാനുലയിൽ 1 to 6 ലിറ്റർ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് 6 to 10 ലിറ്റർ. ഇതിൻ്റെ അകത്ത് മിനിമം 6 ലിറ്ററിലും പേഷ്യന്റ് കൊടുക്കണം ടു അവോയ്ഡ് കാർബൺ ഡയോക്സൈഡ് ഡീബ്രീത്തിങ്. ഇത് പ്രയോറിറ്റി ഉപയോഗിക്കുന്നത് മോഡറേറ്റ് ഹൈപ്പോക്സിയ, പിന്നെ ഷോർട്ട് ടൈം തെറാപ്പി വിത്ത് നേസൽ കാനുല. നേസൽ കാനുല ഇൻസഫിഷ്യൻറ്റ് ഷോർട്ട് ടൈം ആയിട്ട് പേഷ്യൻസിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിന്റെ എൻക്ലക്സ് ടിപ്പ് COPD പേഷ്യൻസിന് ഉപയോഗിക്കാനേ പാടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ മാസ്ക് വെച്ചിട്ടുള്ള പേഷ്യന്റിന് ഫുഡ് കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് അവരുടെ ഓക്സിജൻ കൊടുക്കുകയും വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർ ഈറ്റ് ചെയ്യുന്ന ഫുഡ് കഴിക്കുന്ന ടൈമിൽ അത് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് നേസൽ കാനുലയിലോട്ട് ആക്കാനായിട്ട് പറ്റും. നമുക്കിത് മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്തെന്ന് പറയുന്നത് എന്താണ്? വെഞ്ചുറി മാസ്ക്. എന്താ വെഞ്ചുറി മാസ്ക്? അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നേ? അതൊരു ഹൈ പ്രസിഷൻ ഓക്സിജന്. അപ്പൊ ഈ വെഞ്ചുറി മാസ്കില് നമുക്ക് ഓക്സിജന് വെരി എക്സാക്ട് ഫിക്സഡ് എമൗണ്ട് നമുക്ക് ഓക്സിജന് കൊടുക്കുവാനായിട്ട് പറ്റും. ഇതിന്റെ FiO2 എന്ന് പറയുന്നത് 24 to 50% ആണ്. ഇതിന്റെ ഫ്ലോ സെറ്റ് യൂസിങ് കളർ കോഡ് അഡാപ്റ്റേഴ്സ്. അപ്പൊ ഇതിന് പലതരത്തിലുള്ള കളർ കോഡഡ് അഡാപ്റ്റേഴ്സ് ഉണ്ട്. ബ്ലൂ, വൈറ്റ്, അതൊക്കെ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ പ്രയോറിറ്റി യൂസ് എന്ന് പറയുന്നത് COPD പേഷ്യന്റിനാണ്. കാരണം അവർക്ക് എക്സാക്ട് കോൺസെൻട്രേഷൻ ഓക്സിജൻ വേണം. അതുകൊണ്ട് COPD പേഷ്യന്റ് ഉപയോഗിക്കുന്നത് വെഞ്ചുറി മാസ്ക്. ഇതിൻ്റെ അകത്തെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നെവർ കവർ ദ എൻട്രെയിൻമെന്റ് പോർട്സ്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ICUലും ഇതൊക്കെ മാസ്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം. പക്ഷെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇതൊരു സ്മോൾ സൈഡ് ഓപ്പണിംഗ് ആണ് ഈ വെഞ്ചുറി അഡാപ്റ്ററിലുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് വെഞ്ചുറി മാസ്കിനെ ഹെൽപ്പ് ചെയ്യുന്നു എക്സ്ട്രാ ഓക്സിജൻ പെർസെൻറ്റേജ് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാൽവ്, ഈ ഹോള് റൂം എയറുമായിട്ട് മിക്സ് ചെയ്ത് റൂം എയറിൽ മിക്സ് ചെയ്തിട്ട് ഓക്സിജൻ എക്സാക്ട് ഓക്സിജൻ FiO2 എക്സാക്ട് പെർസെൻറ്റ് പേഷ്യന്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും, നമ്മളെ സഹായിക്കുന്ന. അതുകൊണ്ട് ഇത് ഒരിക്കലും കവർ ചെയ്യാനായിട്ട് പാടില്ല. അത് കെയർഫുൾ ആയിരിക്കണം. നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഏതിലോട്ടാണെന്ന് പോയാലോ?
അപ്പൊ വെഞ്ചുറി മാസ്ക് ഓർക്കേണ്ടത് COPD പേഷ്യന്റിന്. നോൺ റീബ്രീത്തബിൾ മാസ്ക് എന്താണിത്? ഇതിന്റെ FiO2 എന്ന് പറയുന്നത് 7 to 100% ആണ്. ഫ്ലോ എന്ന് പറയുന്നത് 10 to 15 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഓക്സിജൻ മാസ്ക് ഒരു വെരി ഹൈ ഓക്സിജൻ ഫ്ലോ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് മാസ്കും പ്ലസ് റിസർവോയർ ബാഗും പിന്നെ വൺ വേ വാൽസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. എമർജൻസി സിറ്റുവേഷനിലാണ് പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്നത്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മുടെ എക്സാമിന് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അതൊന്നും വരത്തില്ല. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന പ്രയോറിറ്റി എമർജൻസി കണ്ടീഷൻസ്, ട്രോമ, ഷോക്ക്, സെപ്സിസ്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ്, സീവിയർ ഹൈപ്പോക്സിയ, പിന്നെ കാർബൺ ഡയോക്സൈഡ് പോയിസണിങ്, ഇതൊക്കെയാണ് പ്രയോറിറ്റി കേസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ എൻക്ലസ് ടിപ്പ് എന്ന് പറയുന്നത് the reservoir bag must stay 2/3 full. If the bag deflate, increase the flow. Short term use before intubation. ഇത് intubation ആ patient intubation ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ടൈം യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ നോൺ ബ്രീത്തബിൾ മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഷോർട്ട് ടൈം യൂസിന് വേണ്ടിയിട്ടാണ്. പേഷ്യന്റ് ബിഫോർ ഇൻറ്റുബേഷൻ പറഞ്ഞ പേഷ്യന്റ് സീവിയർ എമർജൻസി സിറ്റുവേഷനിൽ ഇരിക്കുന്ന പേഷ്യന്റ് ആയിരിക്കും. ഇതിലൂടെ നമുക്ക് 100% ഓക്സിജൻ ഡെലിവറി ചെയ്യുവാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ റീബ്രീത്തർ മാസ്ക്. അതിന്റെ FiO2 എന്ന് പറയുന്നത് 6 to 75% ആണ്. ഇതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് 8 to 15 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഇതിന്റെ പ്രയോറിറ്റി യൂസസ് വരുന്ന മോഡറേറ്റ് സീവിയർ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ നോട്ട് ആസ് കോമൺ ക്ലിനിക്കലി ബട്ട് ടെസ്റ്റബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്ലിനിക്കലി നമ്മൾ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചിരിക്കണം. ഇതിന്റെ എൻക്ലെക്സ് ടിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നോ വൺ വേ വാൽവ്സ് ഇല്ല. പക്ഷെ ബാഗ് മസ്റ്റ് ബി ഇൻഫ്ലേറ്റ്, പാർഷ്യലി ഇൻഫ്ലേറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈ ഫ്ലോ നേസൽ കാനുല. കുറെ കേൾക്കാൻ നേരത്ത് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുമ്പോൾ ബ്രേക്ക് എടുത്ത് പഠിക്കുക. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ച് നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഓർഡർ ആയിട്ട് പോകും. ഇപ്പൊ നേസൽ കാനുല ആണെങ്കിൽ 1 to 6 ലിറ്റർ, അപ്പം സിമ്പിൾ ഫേസ് മാസ്കിലാണെങ്കിൽ എത്രയാണ് വേണ്ടത്, അങ്ങനെ ഒരു ഓർഡർ ആക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ടല്ലോ ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഈസിയസ്റ്റ് വേ അതുപോലെ ചെയ്യും. പിന്നെ ഒറ്റ അടിക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് നോക്കാതെ ബ്രേക്ക് എടുത്ത് ഒരു 20 മിനിറ്റ്സ് പഠിക്കുക. അത് കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് പഠിക്കുക. അപ്പോഴാണ് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഓർമ്മയിലൊക്കെ നിൽക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈ ഫ്ലോ നേസൽ കാനുലയ്ക്കകത്ത് നമുക്ക് FiO2 അപ് ടു 100% ആണ്. ഇതിൻ്റെ അകത്ത് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് 60 ലിറ്റർ പെർ മിനിറ്റ് കണ്ടോ, ഹൈ ഫ്ലോ ആണ്. ഇത് കൊടുക്കുന്ന എപ്പോഴാണ്? അക്യൂട്ട് ഹൈപ്പോക്സിമിക് റെസ്പിറേറ്ററി ഫെയിലർ, പിന്നെ കോവിഡ്, ന്യൂമോണിയ പേഷ്യന്റ് ഹു നീഡ് ഹൈ FiO2 ബട്ട് വാണ്ട് ടു അവോയ്ഡ് ഇൻറ്റുബേഷൻ അവോയ്ഡും ചെയ്യണം. പക്ഷെ പേഷ്യന്റിന് ഹൈ ആയിട്ടുള്ള FiO2 കൊടുക്കണം. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ നേസൽ കാനുല ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ എൻക്ലെക്സ് ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഹീറ്റഡ് ഹ്യൂമിഡിഫൈഡ് ആണ്. ക്യാൻ പ്രൊവൈഡ് സം പോസിറ്റീവ് എയർവേ പ്രഷർ. അതുകൊണ്ട് ഇത് ഹീറ്റഡ് ഹ്യൂമിഡിഫൈഡ് ആണ്. അതുകൊണ്ട് ഇത് ഡ്രൈനെസ് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഓർക്കാനായിട്ട് ഹൈ ഓക്സിജൻ ഫ്ലോ കൊടുക്കാൻ പറ്റും. പിന്നെ ഹീറ്റഡ് ഹ്യൂമിഡിഫിക്കേഷൻ ത്രൂ നോസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൻ്റെ അകത്ത്? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് എന്താണ്? CPAP, BiPAP. ഇതൊക്കെ മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതും അറിയാവുന്നല്ലേ, CPAPും BiPAPും. എന്താണ് അങ്ങനെ പറഞ്ഞാല്? അപ്പൊ CPAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷറും, BiPAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ബൈലെവൽ ഡിഫറെന്റ് പോസിറ്റീവ് എയർവേ പ്രഷറാണ് ഇതിന്റെ അർത്ഥം. ഡിഫറെന്റ് പ്രഷർ ഇൻ ഇൻഹേൽ ഓർ എക്സേൽ. ഇത് പ്രയോറിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്ലീപ്പ് അപ്നിയ, COPD എക്സാബറേഷന്, പ്രിവെന്റിങ് ഇൻറ്റുബേഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രയോറിറ്റി യൂസസ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് CPAPിലാണെങ്കിൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് പ്രഷർ, വൺ സ്റ്റഡി പ്രഷർ ആണ് നമ്മൾ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ടിൽ
ഒരു കോൺസ്റ്റന്റ് പ്രഷർ, വൺ സ്റ്റഡി പ്രഷറാണ് കിട്ടുന്നത്. സ്ലീപ്പ് അപ്നിയ, മൈൽഡ് ബ്രീതിങ് ഡിഫിക്കൽറ്റി. പക്ഷേ ബൈപ്പാപ്പിൽ ഡിഫറെൻറ്റ് പ്രഷറാണ് ഇൻഹേൽ ആൻഡ് എക്സേലിൽ ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇത് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനോ കൊടുക്കുവാനായിട്ട് പാടില്ല. കാരണം ആസ്പിരേഷൻ റിസ്ക് ഉണ്ട്. പിന്നെ അറിയാലോ ആസ്പിരേഷൻ ഒക്കെ ആയിട്ടുണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആണെന്ന്. പിന്നെ ചെക്ക് മാസ്ക് സീലും പിന്നെ സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. റിമൂവ് ഡെഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാഗ് വാൽവ് മാസ്ക്. ഇതെന്താണ്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ, ബാഗ് വാൽവ് മാസ്ക് ഒക്കെ ലൈഫ് സേവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. FiO2 ഇത് 100% വിത്ത് ഓക്സിജൻ, അപ് ടു 100% വിത്ത് ഓക്സിജൻ. ഇതെന്താണ്? ഒരു മാനുവൽ ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് ബ്രീത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പ്രത്യേകം ഉപയോഗിക്കുന്ന പ്രയോറിറ്റി യൂസ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി അറസ്റ്റ്, കോഡ് സിറ്റുവേഷൻസ്, പിന്നെ പ്രീ ഇൻറ്റുബേഷൻ ഈ ഒക്കെ സാഹചര്യത്തിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവരും പിന്നെ ICUലൊക്കെ നിൽക്കുന്നവർ ഇതിലൊക്കെ എക്സ്പേർട്ടുകളായിരിക്കുമല്ലോ. ഇതിന്റെ എൻക്ലെക്സ് ടിപ്പ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് 2% ടെക്നിക്കാണ്. ഫോർ എ സീൽ അറ്റാച്ച് ടു ഓക്സിജൻ അറ്റ് 15 ലിറ്റർ പെർ മിനിറ്റിൽ കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇനി എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് സമയമുള്ളപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും നല്ലതുപോലെ പഠിക്കും. ഇത് സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞതുപോലെ ടൈം എടുത്ത് നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ചു വെക്കുക. അതിന് ടൈം എടുത്ത് പഠിക്കുക. നിങ്ങൾ ഹറി ബറിയൊക്കെ ചെയ്യുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.